1000-ഓളം ദേവപ്രശ്നം ചെയ്യാൻ പോയിട്ടുണ്ട്. ചിന്താലേശനെ സംബന്ധിച്ചിടത്തോളം ചിന്താലേശൻ നിൽക്കുന്ന തലം ഇവരാരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരുന്നു. ബ്രഹ്മവിഷ്ണു മഹേശ്വരന് അമ്മയുണ്ട്. ഈ അമ്മയായ അതാണ് ഗായത്രി ദേവി. ആ ഗായത്രി ഈ അമ്മയുടെ അടുത്താണ് ഈ ആത്മാവ് പോയി നിൽക്കുന്നത്. ആശ്രമത്തിൽ മാത്രമാണ് ആത്മലിംഗത്തിലാണ് സ്വാമിയെ വെച്ചിരിക്കുന്നത്. ആത്മലിംഗം മറ്റൊരു സ്ഥലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ എൻ്റെ അറിവിൽ ആത്മലിംഗമുള്ളൂ, ഗോകർണത്താണ്. അങ്ങനെ രാവണൻ ദേഷ്യത്തിൽ ഈ കൊച്ചു തലയിൽ അടിച്ച് പൊട്ടിച്ചതാണ്. ആ ഗണപതിയുടെ തല പൊട്ടിയിട്ടുണ്ട്. അച്ഛന് കാവലായി നിൽക്കുന്ന സ്ഥലമാണ് ശരിക്ക് ഗോകർണ ക്ഷേത്രത്തിൽ. അത്രയും അവിടെയാണ് ആത്മലിംഗം. ഈ ആത്മലിംഗത്തിലേക്ക് ഒഴിക്കുന്ന വെള്ളം പോലും നേരെ ഗംഗയിലേക്ക് പോകുന്ന നിർവാണ സ്വാമി എന്ന് പറയാൻ കാരണം അദ്ദേഹം ജീവിതത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പിന്നെ ഞാൻ ഈശ്വരതുല്യനായി കാണാൻ ആയിട്ട് ഒരു കാരണം, എന്നെ സംബന്ധിച്ചോളം ഞാൻ വേറൊരു ദൈവത്തെ ശരിക്ക് ആരാധിക്കാറില്ല. എൻ്റെ നാളിലോ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലോ ഞാൻ ഈ മൂകാംബിക അമ്മയിലെ നടയിൽ പൂജ ചെയ്തിരുന്നെങ്കിൽ എന്നേ പൂജ മുടങ്ങുമായിരുന്നു. എൻ്റെ വൈഫൊക്കെ ഒരു സമയത്ത് എന്നെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. നമസ്കാരം. അബാക് മീഡിയയിൽ അതിഥി ജയനാരായൺ ജിയാണ്. അബാക് മീഡിയയുടെ സ്ഥിരം പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനാണ്. സാർ നമസ്കാരം. അബാക് മീഡിയയുടെ പ്രേക്ഷകർക്ക് മാത്രമല്ല എല്ലാവർക്കും സുപരിചിതരാണ് ജയനാരായൺ ജി എന്നുള്ളതാണ്. സാർ, നമ്മൾ അവസാനം എപ്പിസോഡിൽ നിർത്തിയത് ചിന്താലയ സ്വാമിയുടെ കഥകൾ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. അങ്ങയുടെ മരണത്തിൽ നിന്ന് അങ്ങയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്ന് ബാല്യകൗമാര യൗവന കാലഘട്ടത്തിൽ അങ്ങ് സ്വാമിജിയുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാമെന്ന് വാക്കു പറഞ്ഞിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും ഞങ്ങൾ അങ്ങയെ തേടി വന്നത്. സത്യത്തിൽ ആരാണ് ചിന്താലയ സ്വാമി, അറിയാത്തവർക്ക് വേണ്ടി? ഇപ്പോൾ ചിന്താലേശ ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ എൻ്റെ പരിമിതമായ അറിവ്, എനിക്ക് ഭഗവാനെ സ്വാമിയെക്കുറിച്ച് അല്ലെങ്കിൽ ചിന്താലേശനെ കുറിച്ച് ലക്ഷക്കണക്ക് ഭക്തരുണ്ട് ഭഗവാന്. പക്ഷേ ഭഗവാനെ കുറിച്ച് ആര് അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം അതിനൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നമുക്കതിലേക്ക് പോവാം. കാരണം ഭഗവാന്റെ സമാധി കഴിഞ്ഞിപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ സമാധി കഴിഞ്ഞ് അപ്പോൾ അവിടെ ഭക്തർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടായി. ഭഗവാനെ നമുക്ക് ഒരു ശിവലിംഗം, ഇപ്പോൾ ഏത് സന്യാസിവര്യന്മാർ സമാധി ആയാലും ശിവലിംഗം ആണ് വയ്ക്കുന്നത്. അങ്ങനെ ശിവലിംഗത്തിലേക്ക് വയ്ക്കണം എന്ന് പലരും ആവശ്യപ്പെട്ടു. അപ്പോൾ അത് ട്രസ്റ്റിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഞാനും ട്രസ്റ്റിലെ ഒരംഗമാണ്. 12 ട്രസ്റ്റികളുണ്ട്. ഞങ്ങളെ 3 ആശ്രമങ്ങളും ട്രസ്റ്റാണ് നോക്കി നടത്തി കൊണ്ടുപോകണേ. അപ്പോൾ ഈ സമയത്ത് എല്ലാവർക്കും അഭിപ്രായ സമന്വയം ഇല്ലായിരുന്നു. അങ്ങനെ വന്ന സമയത്ത് ഒരു ജ്ഞാനികളെ കൊണ്ടുവന്ന് ദേവപ്രശ്നം വെച്ചു. അപ്പോൾ ദേവപ്രശ്നം വെച്ചു. ദേവപ്രശ്നത്തിൽ ഞാനും ആശ്രമത്തിൻ്റെ ആളായിട്ട്, ജ്യോതിഷനാണെങ്കിലും ആശ്രമത്തിൻ്റെ ആളായിട്ട് ഇരുന്നു. അങ്ങനെ ഒരു കൂട്ടം ജ്യോത്സ്യന്മാർ ഇരുന്ന് ദേവപ്രശ്നം വെച്ചു. അപ്പോൾ കോഴിക്കോട്ട് നിന്ന് ഒരു മഹത് വ്യക്തിയാണ് കൊണ്ടുവന്നത്. ട്രിവാൻഡ്രത്താണ് ആശ്രമമെങ്കിലും അവിടുന്ന് ആളിനെ കൊണ്ടുവന്നു. അപ്പോൾ പല പേരുകൾ ഇട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടാണ് ഒരു മെയിൻ ആളിനെ തിരഞ്ഞെടുത്തത്. ശരിക്ക് കോഴിക്കോട്ട് നിന്നാണ്. അങ്ങനെ പ്രശ്നം വെച്ചു. പ്രശ്നം വച്ച് ആരൂഢം തെളിഞ്ഞ സമയത്ത് ഈ പ്രശ്നം വച്ച മെയിൻ ആള് ആയിട്ട് വന്ന ജ്യോതിഷി അദ്ദേഹം എഴിച്ച് ആ ഭൂമിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സർവീസ് 1000-ഓളം ദേവപ്രശ്നം ചെയ്യാൻ പോയിട്ടുണ്ട്. ഈ ദേവതാ മൂർത്തികളെല്ലാം ഞാൻ പ്രശ്നത്തിലൂടെ കണ്ട് ആ ദേവതക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ ഭഗവാൻ ചിന്താലേശനെ സംബന്ധിച്ചിടത്തോളം ചിന്താലേശൻ നിൽക്കുന്ന തലം ഇവരാരും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തായിരുന്നു. കാരണം ഈ 3 ഏറ്റവും ഉച്ച സ്ഥാനങ്ങളിലെത്തുന്ന 3 രീതിയിലാണ്. ഒന്ന്, മഹാദേവനിലെ ലയിക്കും. ഈ ശരിക്കും അതെങ്കിലും ഒരു ഉപാസന മൂർത്തിയെ വെച്ചായിരിക്കും ഓരോ സന്യാസി വര്യന്മാരും അവർ കൊണ്ടുപോകണേ. ഒന്ന് ശിവനെ ആയിരിക്കാം, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ആയിരിക്കാം, അല്ലെങ്കിൽ ദേവിയെ ആയിരിക്കാം, അല്ലെങ്കിൽ വിഷ്ണുവിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഗണപതിയോ മുരുകനെ ആരെങ്കിലും ഒരാളിനെ ആയിരിക്കും അവർ ഉപാസന മൂർത്തിയായിട്ട് വയ്ക്കണേ. ഇതൊന്നും കണ്ടില്ല. അവിടെ വന്നപ്പോൾ എന്ത് ചെയ്തു?
ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അമ്മയായ, ബ്രഹ്മാവിഷ്ണു മഹേശ്വരന് അമ്മയുണ്ട്, ഈ അമ്മയായ അതാണ് ഗായത്രി ദേവി. ഈ 3 പേരുടെ അമ്മയാണ് ഗായത്രി. നമ്മളെല്ലാം ഗായത്രി മന്ത്രം ജപിക്കും, എല്ലാം ജപിക്കും. ഈ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരെ അമ്മയാണ് ഗായത്രി. ആ ഗായത്രി ഈ അമ്മയുടെ അടുത്താണ് ഈ ആത്മാവ് പോയി നിൽക്കുന്നത്. ഇപ്പൊ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർക്ക് മുകളിലിരിക്കുകയാണ്. ഈ ആളിനെ എന്തിൽ വയ്ക്കും? അപ്പോൾ രൂപം വെച്ച് ആരാധിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഞങ്ങളെ ആശ്രമത്തിൽ മാത്രമാണ് ആത്മലിംഗത്തിലാണ് സ്വാമിയെ വെച്ചിരിക്കുന്നത്. ആത്മലിംഗം മറ്റൊരു സ്ഥലത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമേ എൻ്റെ അറിവിൽ ആത്മലിംഗം ഉള്ളൂ. അത് ഗോകർണത്താണ്. ഗോകർണത്ത് ആത്മലിംഗം വന്ന ചിലപ്പോ അറിയായിരിക്കും. കേട്ടിട്ടുണ്ട്. രാവണൻ ആരാധിച്ചു പോന്നതാണ്. രാവണൻ ആരാധിച്ചു പോന്ന ആത്മലിംഗം. അപ്പോ ഈ ആത്മലിംഗത്തിന്റെ കൂടെ ശിവനും കൂടി അങ്ങ് പോവായിരുന്നു. അപ്പോൾ ശിവൻ ശരിക്ക് കൈലാസത്തിൽ നിന്ന് ശിവനെ ആത്മലിംഗത്തിൽ ആവാഹിച്ച് രാവണൻ കൊണ്ടുപോവുകയായിരുന്നു. ഈ കൊണ്ടുപോകുന്ന സമയത്താണ് ആത്മലിംഗം കൊണ്ടുപോയ അച്ഛനെ കാണണമെങ്കിൽ മക്കൾ വരെ എവിടെ പോകണം? ലങ്കയിൽ പോകണം. ഈ അവസ്ഥയിൽ പോകുന്ന സമയത്താണ് ഗണപതി ഒരു കുട്ടിയുടെ വേഷത്തിൽ വന്ന് എന്താ പറയും, ഈ ആടുകളെ മേയ്ക്കുന്ന ആളിൻ്റെ രൂപത്തിൽ വന്നിട്ട് രാവണൻ ഒരു പ്രത്യേകതയുള്ള എല്ലാ ദിവസവും സന്ധ്യാവന്ദനം ചെയ്യും. ഈ വന്ദനം ചെയ്യുന്ന സമയത്ത് ഈ ആത്മലിംഗം തറയി വയ്ക്കാൻ പറ്റില്ല. ആത്മലിംഗത്തിനെ ആരെ കയ്യിലെങ്കിലും കൊടുക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഒരു ആട്ടിനെയൊക്കെ മേച്ചോണ്ടിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയെ കണ്ടു. അവനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ആത്മലിംഗം വെച്ചോണ്ടിരിക്കുക, ഞാൻ പ്രാർത്ഥിച്ച് വരുന്നത് വരെ ഈ ആത്മലിംഗം നീ തറയിൽ തൊടയെ ഒന്ന് ചെയ്ത് വെച്ചോണ്ടിരിക്കണം. ഈ ആത്മലിംഗം വ്യാപിച്ചിട്ട് ഇദ്ദേഹം സന്ധ്യാവന്ദനം ചെയ്തു. സന്ധ്യാവന്ദനം ചെയ്തിട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം എന്ത് ചെയ്തു? ആത്മലിംഗത്തെ തോണ്ടിയിട്ട് താഴെ അങ്ങ് വെച്ചു. ഇതങ്ങ് മണ്ണിന്റെ അടിയിൽ ഉറച്ചുപോയി. അങ്ങനെ രാവണൻ ദേഷ്യത്തിൽ ഈ കൊച്ചിയുടെ തലയിൽ അടിച്ച് പൊട്ടിച്ചതാണ്. അവിടെ പോകുമ്പോൾ അറിയാം ആ ഗണപതിയുടെ തല പൊട്ടിയിട്ടുണ്ട്. അച്ഛന് കാവലായി നിൽക്കുന്ന സ്ഥലമാണ് ശരിക്ക് ഗോകർണം. ഗോകർണം ക്ഷേത്രത്തിൽ അത്രയും അവിടെയാണ് ആത്മലിംഗം ഉണ്ട്. ഈ ആത്മലിംഗത്തിലേക്ക് ഒഴിക്കുന്ന വെള്ളം പോലും നേരെ ഗംഗയിലേക്ക് പോകുന്നതാണ്. അവിടെ ആ വെള്ളം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. നമുക്ക് അതിന്റെ ഏറ്റവും മുകൾ ഭാഗം മാത്രമേ നല്ല പോലെ, അതും തിരക്കാണെങ്കിൽ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആത്മലിംഗം കാണാൻ പറ്റുന്നെങ്കിൽ ഭഗവാന്റെ സമാധിയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ സ്വാമി എന്താണെന്ന് ഞാൻ ചെറിയ ഒരു വഴിയിലൂടെ പറയുകയാണ്. കാരണം ഇത് ഈ ആചാര്യന്മാരെല്ലാരും കൂടി ഇരുന്ന് കണ്ടുപിടിച്ച രീതിയാണ്. അല്ലാതെ ഭഗവാനെ ഞാൻ രൂപത്തിൽ നമ്മൾ തന്നെ പല പ്രാവശ്യം തർക്ക വിഷയമായിട്ടുണ്ട്. സ്വാമി ഇന്നാരാണ് ഭഗവാൻ ഒരു ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഈ കൊച്ചു 4 വയസ്സ് തൊട്ട് സ്വാമിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, സ്വാമിയിലൂടെ ജീവിച്ച് സ്വാമി ഏതെങ്കിലും ഒരു ദേവതയെ ആരാധിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്തായിരുന്നു പിന്നെ ചിന്താലയ സ്വാമിയുടെ ആരാധനാമൂർത്തി അല്ലെങ്കിൽ ആരാധനാമൂർത്തി? അദ്ദേഹം ഗുരുവിനെയാണ് ആരാധിച്ചിരുന്നത്. ഗുരു പ്രാർത്ഥന മാത്രമേ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ഗുരു ആരായിരുന്നു? അദ്ദേഹത്തിന്റെ ഗുരു നിർവാണ സ്വാമി. നിർവാണ സ്വാമി എന്ന് പറയുമ്പോൾ ചിദംബരം ക്ഷേത്രത്തിന് അവിടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അദ്ദേഹം നിർവാണ സ്വാമി എന്ന് പറയാൻ കാരണം അദ്ദേഹം ജീവിതത്തിൽ വസ്ത്രം ധരിച്ചിട്ടേ ഇല്ല. അദ്ദേഹം ചിദംബരം ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ അവിടെ. അപ്പൊ അദ്ദേഹമാണ് ഈ സ്വാമിയുടെ ഗുരു. അപ്പൊ ഗുരുവിൻ്റെ കൂടെ നിന്നാണ് സർവ വിദ്യകളും പഠിച്ചിട്ട് വരുന്നത്. അപ്പൊ ഇവിടുന്ന് സംഭവിച്ച സ്വാമി ചെറുപ്രായം എന്ന് പറയുമ്പോൾ 11 വയസ്സ് സമയത്താണ് ഗുരുവിനെ തേടി പോവുകയാണ് വീട്ടിൽ നിന്ന്. അപ്പൊ ഗുരുവിനും ശിഷ്യനും പരസ്പരം കാണാം. അപ്പൊ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോൾ പോത്തൻകോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ചിദംബരം കിടക്കണ 600 കിലോമീറ്റർ അകലേക്ക് ഒരു കുഞ്ഞു കുട്ടി നടക്കുകയാണ്. ഗുരു അവിടെ നിന്ന് ഇങ്ങോട്ട് നടക്കുകയാണ്. ഇവര് വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. ഗുരുവും ആ കാലഘട്ടത്തിൽ ഗുരുവിനെ പറ്റി എങ്ങനെയായിരിക്കും അദ്ദേഹം അറിഞ്ഞിട്ട്? അദ്ദേഹത്തിന് അതാണ് അവരുടെ ശക്തി. അവരുടെ ആത്മജ്ഞാനം കൊണ്ട് അവർക്ക് ഗുരുവിനെ കാണാം. അദ്ദേഹം ജനിച്ച അന്നോട്ട് അപ്പം ഗുരു 11 വയസ്സുള്ള കുട്ടിയെ കണ്ടപ്പോൾ ഓടി എടുത്തിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ എത്ര കാലമായിട്ട് നോക്കി അന്വേഷിച്ചിരിക്കുന്നതാന്ന് വെച്ചിട്ടാണ് ഗുരു ഓടി വന്ന് ഈ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അത്ര ആ ആത്മാക്കൾക്ക് അവർക്ക് പരസ്പരം അറിയാൻ പറ്റും എവിടെ ഇരുന്നാലും. അപ്പോൾ സ്വാമിയെ സംബന്ധിച്ചോളം അദ്ദേഹം വന്ന വളരെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രമേ അദ്ദേഹം വന്നതാണ്. പിന്നെ അങ്ങ് ഭൂമിയിൽ സ്റ്റേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പിന്നെ ഞാൻ ഈശ്വര തുല്യനായി കാണാൻ ആയിട്ട് ഒരു കാരണം, എന്നെ സംബന്ധിച്ചോളം ഞാൻ വേറൊരു ദൈവത്തെ ശരിക്ക് ആരാധിക്കാറില്ല. ഞാൻ അമ്പലങ്ങളിൽ ഒക്കെ പോയി തൊഴുവെങ്കിലും
ഞാൻ ഗുരുവിനെ മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞു, ഞാനൊരു മൂകാംബിക ഭക്തനാണ്. ഇപ്പോൾ മൂകാംബികയിൽ 206 ചണ്ഡ്യാഹോമം ചെയ്തു. 206 ചണ്ഡ്യാഹോമം ചെയ്തു. അതായത് 17 വർഷവും 2 മാസവും കണ്ടിന്യൂസ് ചണ്ഡ്യാഹോമം ചെയ്ത ആളാണ്, എല്ലാ മാസവും മകനക്ഷത്രത്തിന്. അപ്പോൾ ഞാൻ ഇതെന്തുകൊണ്ട് എല്ലാവരും എൻ്റെ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇത്രയും ക്ഷേത്രങ്ങൾ, ഞാൻ തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമിയുടെ മടിയിലാണ് കിടക്കുന്നത്, എനിക്ക് നടന്നു പോയ പത്മനാഭസ്വാമിയെ ചെന്ന് തൊഴാം. ആറ്റുകാലമ്മ നമ്മളെ നാട്ടിൻ്റെ അമ്മയാണ്, ശ്രീകണ്ഠേശ്വരൻ, അതുപോലെ വിഘ്നേശ്വരൻ, നമ്മളെ പഴവങ്ങാടി ഗണപതി, ഇവരെല്ലാവരും മടിയിലാണ് കിടക്കുന്നത്. അവരെല്ലാം എനിക്ക്, ഞാൻ കിടക്കണ വഴുതക്കാടെന്ന സ്ഥലത്തുനിന്ന് അവരെങ്ങനെ നോക്കിയാൽ അവരെ ശരിക്കും എൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് നോക്കി അവരെല്ലാം എൻ്റെ ഫ്രണ്ടിൽ കാണാം. ആ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് എല്ലാ മാസവും കർണാടകത്തിൽ പോയി അമ്മയെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതെന്തിന് എന്ന് ആളുകളെല്ലാം ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചോദിക്കുമ്പം അവിടെ സ്ഥിരം പോകാൻ തുടങ്ങിയതിൻ്റെ കാരണം, സ്വാമി ആണ് എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകണേ. വളരെ കൊച്ചിലെ, അതൊരു 16-15 വയസ്സൊക്കെ ഉള്ള സമയത്ത് പോവുകയാണ്. പോകുന്ന സമയത്താണ് സ്വാമി ഈ അമ്പലത്തിൽ ചെന്നിട്ട് പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന അമ്മ ഒരു വല്ലാത്ത അമ്മയാണ് അല്ലേ, ഈ അമ്മ ആണ്. അതിൻ്റെ താഴെ ശിവൻ ഇരിക്കുന്ന കണ്ടോ, അമ്മയ്ക്ക് കാവലിരിക്കുന്ന മോനാണ് ശിവൻ. ശിവലിംഗത്തിലാണ്, അവിടെ സ്വയംഭുലിംഗമാണ്. സ്വയംഭുലിംഗത്തിലാണ് എല്ലാ അഭിഷേകം തൊട്ടെല്ലാം ചെയ്യുന്നത്, ദേവിക്കല്ല. പോകുമ്പോൾ മനസ്സിലാവും, അവിടെ ദേവിക്കല്ല പൂജ ചെയ്യുന്നത്, ശരിക്ക് മഹാദേവനാണ്. അത് മോൻ കാവലിരിക്കുകയാണ് അമ്മയ്ക്ക്. അപ്പോൾ അമ്മയ്ക്ക് ശിവൻ കാവലിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സ്വാമിക്ക് പെട്ടെന്ന് ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ, സ്വാമിക്ക് അസ്വസ്ഥത വന്നാൽ പിന്നെ നമ്മളില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പം സ്വാമി പറഞ്ഞു തന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്, നേരെ മൂകാംബിക്കോടി. അപ്പോൾ അവിടെ ചെന്ന് എന്ത് ചെയ്യാം? അപ്പോഴാണ് ഇങ്ങനെ ഒരു പൂജയുണ്ട്, ചണ്ഡ്യാഹോമം. അങ്ങനെ ഞാൻ ചണ്ഡ്യാഹോമം സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ചണ്ഡ്യാഹോമം ഇതുവരെ നിർത്താൻ പറ്റില്ല, നിർത്താൻ പേടി. എല്ലാ മാസവും പോയി, എല്ലാ മാസവും മകത്തിന്, എല്ലാ മാസവും മകത്തിന് നക്ഷത്രമാണ് സ്വാമി മകൻ നക്ഷത്രം. ഞാൻ എൻ്റെ നാളിന് ഇന്ന് വരെ ഒരു ക്ഷേത്രത്തിൽ ഒരു അർച്ചന പോലും ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എല്ലാവരും ചോദിക്കും, നമ്മളെ നാളിന് അല്ലെങ്കിൽ എൻ്റെ മക്കളെ നാളിന്, എൻ്റെ വൈഫിൻ്റെ നാളിന് പൂജ ചെയ്ത് ഞങ്ങൾക്ക് വലിയ ഐശ്വര്യം വരും. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്, എൻ്റെ നാളിലോ എൻ്റെ കുടുംബത്തിൻ്റെ പേരിലോ ഞാൻ ഈ മൂകാംബിക അമ്മയിലെ നടയിൽ പൂജ ചെയ്തിരുന്നെങ്കിൽ എന്നേ പൂജ മുടങ്ങുമായിരുന്നു. മനസ്സിലായില്ല? നമ്മൾ സ്വാർത്ഥരാണ്. അപ്പോൾ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ പൂജ ചെയ്തെന്ന് വയ്ക്കാം. ഇത് ഭഗവാന്റെ പേരിൽ ചെയ്യുന്നത് കൊണ്ട് എന്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഗുണം വരും, ആശ്രമമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഗുണം വരും. അപ്പോൾ ഞാനും അതിലൊരു കണ്ണിയാണ്, എനിക്കും കിട്ടും ഗുണം. ഞാൻ ആ ഗുണം മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും. അപ്പോൾ എല്ലാവരും ചോദിക്കും, എൻ്റെ വൈഫൊക്കെ ഒരു സമയത്ത് എന്നെ ഒരുപാട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ മോഹൻലാലിൻ്റെ ഒരു പടമൊക്കെ ഇറങ്ങിയ സമയത്ത് മോഹൻലാലിൻ്റെ അച്ഛൻ എല്ലാ മാസവും ഇങ്ങനെ മൂകാംബി പോകണമെന്നും പറഞ്ഞ് കെട്ടും പ്രമാണം സംഭവം എന്താണ്, വേറെ ചിന്ന വീടുണ്ടായിരുന്നു പുള്ളിക്ക്. അപ്പോൾ ഞാൻ എല്ലാ മാസവും ഇങ്ങനെ വച്ച് കെട്ടി പോകണമുണ്ട്. എൻ്റെ ഭാര്യ കളിയാക്കി പറഞ്ഞതോ ഉള്ളിൽ തട്ടി പറഞ്ഞതോ എന്നൊന്നും എനിക്കറിയില്ല, തമാശക്കേറ്റ് പറഞ്ഞു. അപ്പോഴും ഞാൻ വളരെ ചിരിച്ചോണ്ട്, എനിക്ക് ചിന്ന വീടുണ്ട്, എൻ്റെ അമ്മയിലെ വീടാണ്. എനിക്ക് അവിടെ പോയി എൻ്റെ അമ്മയെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ എൻ്റെ എനർജി സ്രോതസ്സാണ്. ബാക്കിയുള്ളവർ എന്തൊക്കെ തന്നെ പറഞ്ഞാലും എനിക്ക് ഒരു മാസം അമ്മയെ കണ്ടില്ലെങ്കിൽ എൻ്റെ എനർജി ചോർന്നു പോകും. ഞാൻ ഒരു ദിവസം 25 പേരെ കൺസൾട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് 15 പേരെ നോക്കാൻ പറ്റില്ല. മനസ്സിലായി? എൻ്റെ ആ എനർജി അല്ല, ഞാൻ കുറേ ഓടിയതുകൊണ്ടോ കുറേ ബൂസ്റ്റ് കലക്കി കുടിച്ചതുകൊണ്ടോ ഒന്നും എനിക്ക് എനർജി കിട്ടത്തില്ല. എനിക്ക് അമ്മയുടെ അടുത്ത് പോയിട്ട് വരുമ്പോൾ കിട്ടുന്ന എനർജി അത് ഞാൻ അതിന് മുമ്പ് പോയി തുടങ്ങിയ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 35 വർഷമായിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് കണ്ടിന്യൂ പോകാം. എനിക്ക് ഹോമം ചെയ്യാനുള്ള നിവൃത്തിയൊന്നും അന്നില്ലായിരുന്നു. യഥാർത്ഥം ഇനി എന്തെങ്കിലും പൈസയൊന്നുമില്ല. ചണ്ഡ്യാഹോമം അത്ര വലിയ സാമ്പത്തിക ചെലവുള്ളതാണ്. സാമ്പത്തിക ചെലവ് ഞാൻ ഇപ്പോൾ ചെയ്ത് വരുന്ന ചണ്ഡ്യാഹോമം നവചണ്ഡ്യാഹോമമാണ്. 9 ചണ്ഡ്യാഹോമം ശരിക്കും ഒരു ദിവസം കൊണ്ട് ചെയ്യാണ്. തലേ ദിവസം ഇപ്പം മകത്തിനാണ് ഹോമം ചെയ്യുന്നതെങ്കിൽ നമ്മൾ തലേ ദിവസം ആയില്യത്തിൻ്റെ അന്ന് മൂകാംബിക അമ്മയ്ക്ക് പാരായണം ചെയ്യും. 5 പൂജാരിമാരിരുന്ന് 2 പ്രാവശ്യം, അപ്പോൾ 7000 പ്രാവശ്യം പാരായണം ചെയ്യും. ശരിക്ക് ദേവി മഹാത്മ്യത്തിൻ്റെ അധ്യായം 700 മന്ത്രം 2 പ്രാവശ്യം ചെയ്യും. അപ്പോൾ 7 അവർ 2 പ്രാവശ്യത്തെ 7000 മന്ത്രം ജപിക്കും.
അതിൻ്റെ ദശാംശം 10 ഭാഗം 700 മന്ത്രം എടുത്ത് പിറ്റേ ദിവസം രാവിലെ നവഗ്രഹ ഹോമം ചെയ്തിട്ടാണ് ചണ്ഡി ഹോമം ചെയ്യുന്നത്.